Hello friends, welcome to Image Mobiles and Computers to update people. So, നമ്മളെല്ലാം റിയൽ ലൈഫിൽ കുറേ അധികം സിനിമ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതലാണ് തിയേറ്ററിലേക്കാളും കൂടുതൽ ഫോണിലാണ് സിനിമകൾ കാണാറ്. അപ്പോൾ ഈ മൊബൈലിൽ സിനിമ കാണുമ്പോൾ നമുക്കൊരു തിയേറ്ററിലായിട്ടുള്ള എക്സ്പീരിയൻസ് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇലക്ട്രോണിക് ബ്രാൻഡ് ASUS ഒരുക്കുന്ന ASUS Zenbeam Go EZ1 എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ദ വേൾഡ് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള USB മിനി പ്രൊജക്ടറാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റിന് കുറേയധികം സവിശേഷതകളുണ്ട്. 30,000 ഹവറോളം വരുന്ന ഇതിൻ്റെ നമ്മുടെ ലൈഫ് സ്പാൻ, അതേപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോ കീസ്റ്റോൺ ടെക്നോളജി, അങ്ങനെ കുറേയധികം പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ASUSൻ്റെ വളരെ നല്ലൊരു പ്രൊഡക്റ്റുള്ള ഒന്നാണ് ഈ ഒരു പ്രൊജക്ടർ. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്ടറിൻ്റെ വിശേഷങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാം, എന്തൊക്കെ വർക്കിംഗ് എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ASUSൻ്റെ Zenbeam Go E1Z എന്ന് പറഞ്ഞ മിനി പ്രൊജക്ടർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വേൾഡ് ബ്രൈറ്റസ്റ്റ് USB മിനി പ്രൊജക്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അൾട്രാ ലൈറ്റ് വെയിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് പോക്കറ്റിലിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ LED ആണ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 30,000 ഹവേഴ്സ്, അതായത് 30,000 മണിക്കൂറോളം ലൈറ്റ് ഹവേഴ്സ് നമുക്കിത് ഗ്യാരണ്ടി തരുന്നുണ്ട് കമ്പനി. അതേപോലെ SonicMaster എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റിയാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്കൊരു പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. 6400 mAh വരുന്നത്. അതുപോലെ ഓട്ടോ കീസ്റ്റോൺ കറക്ഷൻ എന്നും കാണും. ഓട്ടോ കീസ്റ്റോൺ കറക്ഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം ചെരിഞ്ഞ് ഒരു ഭാഗം വളഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ ഈ ഓട്ടോ കീസ്റ്റോൺ ഉള്ളതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സെൻസ് ചെയ്ത് തന്നെ റെഡിയാക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും USB പ്രൊജക്ഷൻ എന്നും കാണിക്കും. അതേപോലെ DLP ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ്, ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അതേപോലെ DLP ഇൻ്റലിബ്രൈറ്റും കാണാൻ പറ്റും. പിന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കമ്പാനിയൻ ആപ്സിൻ്റെ ലിങ്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഹവർ ബാറ്ററി ലൈഫാണ് ഇതിന് അവകാശപ്പെടുന്നത്. അത് ഈ ഒരു 6400 mAh പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കുകയും ചെയ്യാൻ പറ്റും. കാരണം 5 മണിക്കൂറോളം കിട്ടുന്നതാണ് കമ്പനിയുടെ അവകാശവാദം. തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. ASUS പോലത്തെ നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാറണ്ടി ഒക്കെ മസ്റ്റ് ആയിരിക്കും. അത് ഇങ്ങനത്തെ ഒരു പ്രൊജക്ടർ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട് ഫസ്റ്റ്. ഇതാണ് നമ്മുടെ പ്രൊജക്ടർ വരുന്നത് നല്ലൊരു കേസിങ്ങിലാണ് വരുന്നത്. അത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രീമിയം ആർട്ടിഫിഷ്യൽ ലെതർ കേസാണിത്. നമുക്ക് ബാക്കി ഉള്ളിലുള്ള എന്തൊക്കെയാണ് നോക്കാം. ഉള്ളിൽ കുറേ അധികം കേബിൾസ് വരുന്നുണ്ട്. ഒരു കേബിൾ USB to USB മിനി വരുന്നുണ്ട്. പിന്നെ USB മിനി to USB മിനി കേബിൾ വരുന്നുണ്ട്. പിന്നെ ASUSൻ്റെ ഒരു USB to USB മിനി കേബിൾ ഒന്നുകൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വീണ്ടും കുറേ കേബിൾസ് ഉള്ളത്. ഈ ഒരു USB to USB മിനി കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ പവർ ബ്രിക്ക് വരുന്നുണ്ട് ASUSൻ്റെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു Type C to USB അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിൽ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാം. അപ്പോൾ ഈ ഒരു പൗച്ചിലാണ് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലെതർ പൗച്ചിലാണ് നമുക്ക് നമ്മുടെ പ്രൊജക്ട് ഇടുന്നതിനോട് ASUSൻ്റെ ബ്രാൻഡിങ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി അലുമിനിയം ആയിട്ടാണ് പ്രൊജക്ടറിൻ്റെ ബോഡി. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നത് പിടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹാഫ് ത്രെഡ് വരുന്നുണ്ട്. ഹാഫ് ത്രെഡ് ഇഞ്ച് ക്വാർട്ടർ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ട്രൈപോഡിലൊക്കെ വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ASUS Zenbeam എന്ന് പറഞ്ഞുള്ള ലോഗോ നമുക്ക് ഇതിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ലെൻസ് വരുന്നത്. LED-ൻ്റെ ഇതാണ് വരുന്നത്. അതുപോലെ സൈഡിൽ നമുക്ക് ഫോക്കസ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് പവറിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ അത്യാവശ്യം കുറച്ച് പോർട്സുകൾ വരുന്നുണ്ട്. ബാക്കിൽ നമുക്കൊരു റീസെറ്റ് ബട്ടണിലുള്ള പോർട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹെഡ്ഫോൺ കുത്താൻ വേണ്ടി 3.5mm ജാക്ക് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ USB മിനി കുത്തിയിട്ട് നമുക്ക് നമ്മുടെ ഇൻപുട്ട് കൊടുത്ത് പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ട് 1 ആംപിയറിൽ തിരിച്ച് കാറിൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്പുട്ടിൻ്റെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ DC ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇത് ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം. ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ആ സൗണ്ട് കേട്ടപ്പോൾ ഇത് ഓണായി എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ബ്രൈറ്റ് എൻവയോൺമെൻ്റ് ആണ് ഞങ്ങളുടെ ലൈറ്റിനിങ് സെറ്റപ്പ്. അപ്പോൾ നമുക്കിതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ. നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ കമ്പാനിയനായിട്ടുള്ള 2 ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് Zenbeam Go എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ, പിന്നെ ഡിസ്പ്ലേ ലിങ്ക് പ്രസൻറ്ററും. അത് രണ്ടും നമ്മുടെ തന്ന ബോക്സത്തെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ ഫോൺ പ്ലഗ് ചെയ്യുക.
പക്ഷേ നമ്മുടെ പ്രൊജക്ടർ ഓൺ ചെയ്യുക. പ്രൊജക്ടർ ഓൺ ചെയ്യാൻ വേണ്ടി 3 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ടാവും. പ്രൊജക്ടർ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ASUS Zenbeam ബുക്ക് എന്നുള്ള അതായത് ആപ്ലിക്കേഷൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഫോണിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് കാണിക്കും. അപ്പോൾ ഞാൻ ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അലോ കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ പർപ്പസിന് വേണ്ടിയിട്ട് എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയറായി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൽ കണക്ട് ചെയ്ത ശേഷമുള്ള ലുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ Zenbeam എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിൽ നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും നമ്മുടെ പ്രൊജക്ടറിൻ്റെ. അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് മാക്സിലിടാം. മാക്സിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ കറക്ഷനും Keystone ഓൺ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ ആപ്ലിക്കേഷൻ ലാൻഡ്സ്കേപ്പ് മോഡിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വർക്ക് ചെയ്യുന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് എടുത്ത ശേഷം ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൽ ഇൻബിൽട്ട് ആയിട്ട് ഓഡിയോ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ തന്നെയാണ് വരുന്നത്. കുറച്ച് അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ യൂസേഴ്സും മാക്ബുക്ക് യൂസേഴ്സും ഒക്കെ ലൈഫിൽ കുറേ അധികം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ ഒന്നാണ്. ഫ്രണ്ട്സ്, നമുക്ക് കാണാൻ പറ്റും എത്രയധികം നല്ല ഹൈ ക്വാളിറ്റിയുള്ള സ്ക്രീനാണ് വരുന്നത്. അതായത് ഏകദേശം 50 സെൻറ്റിമീറ്റർ മുതൽ 3.7 മീറ്റർ വരെ നമുക്ക് നമ്മുടെ ASUSൻ്റെ Zenbeam Go എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 125 ഇഞ്ച് TV-യോളം വലുപ്പം വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി പ്രൊജക്ടർ നമുക്കിവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ 10 ഷോറൂമുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊജക്ടർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഇതിൽ തന്നെ ഡിസ്പ്ലേ ലിങ്ക് പ്രസൻറ്റർ വെച്ചിട്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ഈ ഡിസ്പ്ലേ ലിങ്ക് പ്രസൻറ്റർ വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്മുടെ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ വേൾഡിലത്തെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള USB മിനി പ്രൊജക്ടറാണ്. അതിൻ്റെ പക്ഷേ നമുക്ക് വേൾഡിലത്തെ ഏറ്റവും ചെറുതാണെന്നേ തോന്നില്ല. കാരണം വലിയൊരു ഇതിൻ്റെ ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതും നമുക്ക് 5 ഹവറോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു 6400 mAh പവർ ബാങ്ക് ആയിട്ടുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ വീട്ടിൽ നമ്മളൊരു TV എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.